നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വിശാൽ സാർ പറഞ്ഞതൊക്കെ സത്യം. അച്ഛനെ പഴയതുപോലെ എഴുന്നേപ്പിച്ച് നടത്താന്ന് ഞാൻ പറഞ്ഞപ്പോ അമ്മയുടെ സന്തോഷം ഒന്ന് കാണേണ്ടതായിരുന്നു. ഇനി എന്റെ ലക്ഷ്യം അതാ, അച്ഛനെ എഴുന്നേപ്പിച്ച് നടത്തണം. അത് സംഭവിച്ചിരിക്കും. പാർവതി ഒറ്റയ്ക്കല്ല കേട്ടോ, പാർവതിയുടെ കൂടെ ഞാനും ഉണ്ടാവും. അച്ഛൻ ഓഫീസിലേക്ക് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്തു പോവും. ഓഫീസിൽ കയറിയിരുന്ന പഴയതുപോലെ മാനേജറിനെയും അക്കൗണ്ടന്റിനെയൊക്കെ വരട്ടും. പാർവതിക്കറിയോ, ഈ കാണുന്ന അച്ഛനൊന്നുമല്ല ഓഫീസില്, അവിടെ പുലിയാ പുലി. അച്ഛന്റെ തലവെട്ടം കണ്ടാലേ അവിടെ ആരും ശ്വാസം പോലും വിടില്ല. ഓഫീസിലെത്തിയ അച്ഛനെ എനിക്ക് പോലും പേടിയാ. ദേ, ഈ ചിരിക്കുന്ന കണ്ടില്ലേ? ദേ, ഈ ചിരി അച്ഛന്റെ ചുണ്ടിൽ എപ്പോഴും ഉണ്ടാവണം. കാരണം ചിരിക്കുന്ന അച്ഛനെ കാണാനാ ഗായത്രി അമ്മയ്ക്ക് ഇഷ്ടം. ദേ, ഗായത്രി അമ്മയ്ക്ക് മാത്രല്ല കേട്ടോ, വിശാൽ സാറിനും എനിക്കും അത് തന്നെ ഇഷ്ടം. അമ്മയും അപ്പച്ചിയും മരുന്നും ഫുഡുമായിട്ട് വരുമ്പോ നിങ്ങൾ കൊടുക്കണ്ട, പാർവതി കൊടുത്തോളൂന്ന് എനിക്ക് പറയാൻ കഴിയില്ലല്ലോ. അവര് കൊണ്ടു തന്നാലും അവരറിയാതെ പാർവതിയുടെ ഒരു മേൽനോട്ടം ഉണ്ടാവും. അത് പോരെ അച്ഛ. ഗായത്രി അമ്മയോട് തുറന്നു പറഞ്ഞില്ലെങ്കിലും മനസ്സിൽ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അച്ഛനെ പഴയ അച്ഛനാക്കി ഗായത്രി അമ്മയുടെ മുമ്പിൽ നിർത്തിക്കൊടുക്കണമെന്നുള്ളത്. അതിന് അച്ഛനും കൂടി മനസ്സ് വെക്കണം. അതിന് ആദ്യം ചെയ്യേണ്ട എന്താണെന്നറിയോ? സൂക്കേടുകാരനാണെന്നുള്ള തോന്നൽ ആദ്യം മനസ്സിൽ നിന്ന് എടുത്തു കളയണം. ഞാൻ എഴുന്നേറ്റ് നടക്കാൻ പോവാണെന്ന് എപ്പോഴും മനസ്സിൽ പറയണം. അങ്ങനെ എപ്പോഴും പറയുകയാണെങ്കിൽ അച്ഛൻ പോലും അറിയാതെ അച്ഛൻ ഒരു ദിവസം എഴുന്നേറ്റ് നടക്കും. ഇപ്പൊ അച്ഛൻ സമാധാനായിട്ട് ഉറങ്ങിക്കോ. ഞാനുണ്ടാവും അച്ഛന്റെ കൂടെ. ഞാൻ മാത്രല്ല, വിശാൽ സാറും. അച്ഛൻ ഉറങ്ങിക്കോ. പാർവതി, അച്ഛൻ കഴിക്കുന്ന മരുന്ന് അച്ഛനെ എഴുന്നേൽപ്പിച്ച് നടത്തുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നിന്റെ വാക്കുകൾ അച്ഛന്റെ ശരീരത്തിന് ബലം കൊടുക്കുന്നുണ്ടാവും. ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നീ എവിടെന്നാ പഠിച്ചത്? കരയുന്ന ഗായത്രി അമ്മയുടെ മുഖം ഓർത്തപ്പോ അറിയാതെ നാവിൽ വന്നതാ വിശാൽ സാറെ. ഇനിയും സാറിന് എന്നെ മനസ്സിലായില്ലേ? ഒന്നും അറിയാത്ത വെറും പൊട്ടിയൊന്നും അല്ല ഞാൻ. ഈ പൊട്ടിയോട് എനിക്കെന്തോ വല്ലാത്ത ഇഷ്ടം തോന്നുന്നു. എനിക്ക് അടുക്കളയിൽ കുറച്ച് ജോലിയുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.